ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മനോജ് ജെബിൻ വ്ലോഗ്. അപ്പോൾ അതെ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക കേട്ടോ. ഒരു കോഫിയൊക്കെ ഉണ്ട്, അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോ അവനോയെ അവന് താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പക്ഷികളുടെ ചിലയൊക്കെ കേട്ടോ. ഇതുണ്ടോ ഡീ 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 മബിനും അവിടെ പോയിട്ട് മറ്റേ ഈ നമ്മുടെ ഈ ചെറിയ ചിപ്സ് ഒക്കെ ഇല്ലേ അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പല്ല് കുരുകുരുത്തട്ടെ. ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞു ഈ കുഞ്ഞു വടിയെടുത്തിട്ടേ, ചെറിയ വടിയൊക്കെ എടുത്തിട്ട് കുഞ്ഞ് നല്ലത് കൊടുക്കും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ ചെറിയതായിട്ടൊന്ന് വേദനെടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞല്ലേ. അപ്പം അങ്ങനെ ചെറുതായിട്ട് പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട്, ഏകദേശം പഠിച്ചു വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ മാക്സിമം ഇടാം. എന്തായാലും ഇവിടെ ഭയങ്കര പക്ഷികളുടെ കലപില 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 കേട്ടോ. ഫുള്ള് ചുറ്റും നോക്കിയാൽ ഫുള്ള് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു സംഭവങ്ങളായിരിക്കും. വീടിൻ്റെ മറ്റേ മൂളക്കവും സംഭവങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പം എന്താ പറയണ്ടത്, അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ് വരുന്ന ദിവസം. അപ്പം ഞാനപ്പോൾ ഒന്ന് ഒരു സ്ഥലം വരെ പോകണം കേട്ടോ. ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു സർപ്രൈസ് ആയിട്ടൊരു എന്താ പറയുക ഒരു വിഷസൊക്കെ നമുക്കൊന്ന് കൊടുത്തിട്ട് വരാം. അപ്പം ഞാൻ നൈസായിട്ടൊന്ന് പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി ഒന്ന് കുളിക്കണം, ഫ്രഷ് ആകണം, കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഇന്ന് എനിക്ക് വാക്സിൻ എടുക്കാൻ പോകണം. വാക്സിൻ എടുക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേനും എന്നോട് ചോദിച്ചു, എടാ എന്നാൽ പിന്നെ അതൊരു വീഡിയോ ചെയ്തേക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ അതും കൂടെ പറയാം. കാര്യം വെച്ചാൽ അവനും എന്നെ ചെറുതായിട്ടൊന്ന് നാം കൊണ്ടൊന്ന് സ്ക്രാച്ച് വരുകയായിരുന്നു കേട്ടോ. പക്ഷെ ബ്ലഡൊന്നും വന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിപ്പോൾ മൂന്നാമത്തെ വാക്സിൻ എടുക്കുന്നത്, മീൻസ് ഡോസാണ് എടുക്കുന്നത്. ഇനിയിപ്പം ഇന്നെടുത്തതിന് ശേഷം പിന്നെ 25-ാം തീയതി ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ നമുക്കത് എന്തായാലും ഇപ്പം നമ്മൾ വീട്ടിൽ വളർന്നതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രിക്കോഷൻ ഉണ്ടല്ലോ, നമ്മളത് എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ പോയി എടുത്തു. സോറി, മീൻസ് ബാക്കിയുള്ളതെല്ലാം എടുത്തു. ഇനിയിപ്പോൾ ഇന്നത്തെ എടുക്കാൻ വേണ്ടി മബനു ആണെ ഈ ചെറിയ വണ്ടിനെ പിടിച്ചു തിന്നും. പിന്നെ അതുപോലെ തന്നെ ഈ പറപ്പ അങ്ങനെയുള്ള സാധനത്തിനെല്ലാം പിടിച്ചു തിന്നു കേട്ടോ. ഇവിടെ ഫുൾ ടൈം മഴ കേട്ടോ, നിർത്താതെ ഇങ്ങനെ ഈ കണ്ടിന്യൂസ്ലി മഴ പെയ്യില്ലായോ, അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മബനു കമ്മിയാ കം 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 ഇത് വന്നേ. വഴക്ക് പറയാൻ വേണ്ടിയാണെന്നറിയാം, അതുകൊണ്ടാ. ഓ ഓ വേണ്ട വേണ്ട, വെളച്ചിലൊന്നും വേണ്ട. കാപ്പി ഭയങ്കര ഇഷ്ടം കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ കാപ്പി എടുത്തിട്ട് ചൂട് കാപ്പി, അപ്പം ഞാനിവിടെ 6 മണി ഇവിടെ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ തൊട്ട് തലയിട്ട് കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് മറിഞ്ഞ് താഴെ വീട്. എന്നിട്ട് 2 മിനിറ്റ് മാറി നിന്നിട്ട് ആ കാപ്പി ഫുള്ള് നക്കി കുടിച്ച്. കണ്ടോ ഈ കുരുകുരുപ്പ്, ഇതാണ് പരിപാടി. ഇതിൻ്റെ എല്ലാ സാധനം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഡീ ഡീ ഡി ഡി എന്ന് വിളിച്ചാൽ ഈ കിടക്കുന്നൊക്കെ എന്നാന്ന് പറയാം, നമ്മൾ ഡെയിലി തൂത്ത് നമ്മുടെ പണി വരും. എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഇതിനെന്താ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പറയും മറ്റേ ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഈ കിടക്കുന്ന മറ്റേ ഈ കുഞ്ഞ് കറുത്ത സംഭവങ്ങൾ. ഇത് ഫുള്ള് വണ്ടാട്ടോ. വണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ എന്താ പറയണ്ട ഈ ഇവിടെ തന്നെ എന്നെ പല പേര് പറയട്ടെ, എനിക്കൊരു പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. മഞ്ചേടെ പറഞ്ഞ എപ്പോഴും മഞ്ചേടെ പറഞ്ഞത് ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ പറഞ്ഞ എനിക്കെൻ്റെ പേര് കേട്ടോ, ഹുബ്ലി വണ്ട അല്ല, അങ്ങനെ പറയുമ്പോൾ അല്ല ഹുബ്ലി അല്ല, ഹുബ്ലി വണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും കളിയാക്കും. അപ്പം ഇതിൻ്റെ കൂമ്പാരം കേട്ടോ ഇവിടെ. എനിക്കൊന്ന് റബ്ബർ ഫുള്ളുള്ളത് കാരണമായിരിക്കും ഇങ്ങനെ ഈ വരുന്നത്. പിന്നെ ഈ മഴ വെയിലാണെങ്കിൽ ഇതെല്ലാം കീറി എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. അപ്പോൾ ഈ മണ്ടയിലേക്ക് സീൽ ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം അതിൻ്റെ അകത്ത് കയറിയിരിക്കും. അപ്പോൾ ഈ മഴ വരുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഇതുങ്ങളെല്ലാം കൂടെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിപ്പോരും. നമ്മൾ തൂത്ത് നമ്മുടെ ഉപ്പാട് കയറും കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ കുറച്ച് സ്റ്റോറി ഇട്ടായിരുന്നു കേട്ടോ. സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്ലാൻസ് അയച്ചു തരാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചു കേട്ടോ. അതിലൊത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ആ ചാൻസ് മീൻസ് ഏറ്റെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ പോയി. ഞാനത് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെന്താ പറയണ്ടേ, ഓക്കെ മബനുവിനെ മേടിച്ചതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മബനുവിനെ മേടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് പെമ്പട്ടി ആയത് കാരണം നന്നായി. ആമ്പട്ടി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവന്മാർക്കൊക്കെ അല്ലെങ്കിൽ ഈ ഇവളുമാർക്കൊക്കെ ഇത്രയും കൾച്ചർ ഇല്ലാത്ത രീതിയിലുള്ള ഒരു നമ്മുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇത്രയും ന്യൂസൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ടോക്കിംഗ് ആണ് ഉണ്ടാകുന്നത്. ആ പറയുന്ന ആൾക്കാരുടെ ഒക്കെ വീട്ടിലെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. കാര്യം അവരെങ്ങനെ ആയിരിക്കും അവരോട് വീട്ടുകാരോട് പെരുമാറുന്നത്, അതേ സെയിം സാധനം തന്നെ ആയിരിക്കും വെളിയിലേക്കും എന്താ പറയണ്ടേ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ
ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ടില്ലേ, ഞാൻ കുറെ ഇങ്ങനെ ഹാങ്ങിങ് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് ഞാൻ ടർട്ടിൽ വൈൻ ഇല്ലായോ നമുക്ക്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇത് നമുക്ക് നേരത്തെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പഴയ നമ്മുടെ വെഡിങ് വീഡിയോസിൻ്റെ ഇതിലൊക്കെ കാണാമായിരിക്കും ടർട്ടിൽ വൈൻ നിൽക്കുന്നത്. അപ്പോൾ അതിവിടെ എല്ലാം നമ്മുടെ ഈ താഴ്ത്തി അരമ്പിക്കൂടെ ഒക്കെ ഇങ്ങനെ 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 നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് നല്ല ഇപ്പം എന്താ പറയുക, നല്ല ഒരു നീറ്റ് ആൻഡ് നല്ലൊരു പീസസ് കുറച്ചെടുത്തിട്ട് ഞാനത് ഒന്ന് പോട്ടിങ്ങൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം ഞാനതിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, അത് അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് സമയം പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയിട്ടില്ല, കാര്യം എനിക്ക് ഇവിടെ കുറച്ചും കൂടെ കംഫർട്ടാണോ എന്ന് ചോദിച്ചാൽ കംഫർട്ടാണ്. കാര്യം വെച്ചാൽ ആരും നമ്മളോട് സംസാരിക്കാനും ഇല്ല, നമ്മളോട് എന്താ പറയണ്ട, ഒന്നും മിണ്ടാനായിട്ടും ഇല്ലാത്ത തരം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് നമുക്ക് ജീവിക്കാം. പിന്നെ വരുമാനത്തിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം വരുമാനമൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊളാബൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള കാശുണ്ട്. പിന്നെ ഇവിടെ ആകുമ്പോൾ തന്നെ നമുക്ക് ചിലവില്ല, റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കേണ്ട, മീൻസ് അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് അവിടെ അടച്ച പോലൊന്നും സംഭവം നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ വ്യത്യാസമുണ്ട്, നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സഹായിച്ച് നല്ലപോലെ നടക്കുന്നു. അപ്പോൾ കിട്ടുന്ന പൈസ ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്നാ കടിമുട്ടി നിൽക്കുന്ന കുറച്ച് ആൻറ്റിമാർക്കും ചേച്ചിമാർക്കാണ്, അവർക്കൊക്കെ ഉള്ള മറുപടി ഞാൻ അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയണ്ടേ, അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിച്ചിട്ട് വരാം. ഞാനിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്, ഞാൻ പറഞ്ഞില്ല. അതുപോലെ എനിക്കൊന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ അതിന് ശേഷം നമുക്ക് ബസ്സിലാട്ടോ പോകുന്നത്. ഇപ്പോൾ മഞ്ചാട്ടാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോകാറ് സുഖമായിട്ട്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മളിതേ പോകുന്ന ഓട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഉണ്ണിച്ചേട്ടായി. ഹായ്. അപ്പോൾ ഇവിടെ വണ്ടി ദേ ബോസ്. അപ്പോൾ അത് നമ്മളെന്താ പറയുക, കൂടപ്പുറപ്പിനെ പോലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തൊട്ടേ നമ്മുടെ കൂടത്ത് നിൽക്കുന്ന ചേട്ടാ. എന്നിട്ട് കുഞ്ഞു പിള്ളേരോടുണ്ട്. അപ്പോൾ അത് വഴിയൊക്കെ കാണിച്ചു തരാം. ഞാനിന്ന് പോവാട്ടെ, കൃപാസനം വരെ പോകണം. അപ്പോൾ ഇനി വാക്സിനൊക്കെ എടുത്തിട്ട് പോയേക്കാന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചേട്ടാ പരിചയപ്പെടുത്തുള്ളൂ. ഇനി ചേട്ടനെ കൂടുതലായിട്ടുള്ള വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്താം. ഇനി ഇപ്പോൾ ഇന്നും ഉണ്ട്, ഇനി അടുത്തത് 25-ാം തീയതി. അപ്പോൾ തന്നെ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വഴികളൊക്കെ കേട്ടോ. നിങ്ങൾ ആ അക്കരെ കാണുന്ന മീൻസ് സ്ഥലങ്ങളൊക്കെ കണ്ടോ, അക്കരെ തന്നെ അങ്ങ് അകലെ കാണുന്ന ആ സ്ഥലങ്ങളെല്ലാം കുട്ടിക്കാനം, പീരുമേട്, വാഗമണ്ണൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ സെൻറ് ആൻസ് കോളേജ് കാണാം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചങ്ങനാശ്ശേരി റൂട്ടിൽ കൂടെ കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലവും ഞാൻ ഇതുവരെ കണ്ടുവച്ചിട്ടില്ല. നമ്മൾ ഇതുവഴി ഓൾറെഡി എന്തായാലും ഞാൻ കൃപാസനത്തിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ. ഞാൻ ഇങ്ങനെ ബസ്സിൽ ആദ്യമായിട്ടാണ് പോകുന്നത്, നമ്മളങ്ങനെ പോയിട്ടില്ല. കുറേ ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. എന്നാ രസമെന്ന് അറിയാം കാണാൻ വേണ്ടി. അങ്ങനെ ഞാൻ പറഞ്ഞ സർപ്രൈസിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അത് വേറെ എവിടെയല്ല, കൃപാസനമാണ്. സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ അമ്മ മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ മഞ്ചേട്ടാക്കി മാത്രമല്ല കേട്ടോ, എന്താ പറയണ്ടേ, ഒത്തിരി പേര് അമ്മ മാതാവിനെ സ്നേഹിക്കുന്നവരുണ്ട്. കാര്യം വെച്ചാൽ അതുപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഈ കൃപാസനത്തിൽ നിന്ന് എന്താ പറയുക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത് പരിശുദ്ധ അമ്മ മാതാവാണ് കേട്ടോ. ചിലപ്പോൾ ക്രിസ്ത്യൻ നിയമപ്രകാരം ഓക്കെ ഇതൊക്കെ പറയുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറയും, ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് തെറ്റല്ലേ. പക്ഷേ ഈ ഒരു അമ്മ മാതാവ് ഉള്ളവരുടെ മാത്രമാണ് 2018 ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നതും ഞങ്ങൾക്കൊക്കെ ഒന്നിച്ച് താമസിക്കാൻ പറ്റിയതും. കാര്യം വെച്ചാൽ ഞാൻ എഴുതിയേക്കുന്ന എൻ്റെ ഉടമ്പടിയിലെ ഫസ്റ്റ് 2018 ഞാൻ എഴുതിയേക്കുന്ന ഉടമ്പടിയിലെ കാര്യങ്ങൾ ഇതായിരുന്നു. അത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതിപ്പോൾ സഭയോ അല്ലെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ ന്യായീകരിക്കാൻ വന്നാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഞങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞു, എൻ്റെ മുടിയുടെ നാരുകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുപോലെ കർത്താവ് അമ്മയുടെ എന്താ പറയുക ആ ഒരു വചനം നിങ്ങൾ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പരിശ്രമ മാതാവിനോട് ഞങ്ങൾ എന്താ പറയുക ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞ് ഞങ്ങളെന്ന് പറഞ്ഞാൽ കേട്ടോ ഞാനും മനുഷ്യട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചാൽ വേറെ ആരും ഇല്ല. അപ്പോൾ ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതേ സന്തോഷത്തോടെ അവിടെ നിന്ന് വന്നു. ഒത്തിരി പേര് അവിടെ നിന്ന് എന്നെ കണ്ടു, വന്ന് പരിചയപ്പെട്ടു. ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ട് ബ്രോ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ എവിടെ ചെന്നാലും മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ചെന്നാൽ പോലും നമ്മളെ അറിയുന്ന ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. പിന്നെന്താ ആലപ്പുഴയിൽ വന്നതിന് ശേഷം ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് ഒരു ഉള്ളിവടയൊക്കെ കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരി വന്നിട്ട് പിന്നെ അവിടെ നിന്ന് മുണ്ടാക്കിയാൽ ഡയറക്റ്റ് ബസ്സില്ല കേട്ടോ മുണ്ടാക്കിയാൻ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ. എന്തായാലും
10 ആയപ്പോഴാട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് വാക്സിൻ എടുത്തേക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ.